ഞാനങ്ങനെ 11:20-25 മണി ആയപ്പോൾ ചെന്നപ്പോൾ ഭാരതാംബയുടെ ഒരു ചിത്രം അവിടെ കാണുന്നുണ്ടായിരുന്നു. ആ ചിത്രത്തിൻ്റെ മുന്നിലൊരു വിളക്കുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ വിളക്കിൽ തിരികൊളുത്തുകയും പുഷ്പാർച്ചന നടത്തി തീർക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഞാനവിടെ ചെല്ലുന്നത്. അതിനുശേഷം അധ്യക്ഷൻ എന്നുള്ള എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാനവിടെ നടത്തിയ പ്രസംഗം ഇങ്ങനെയാണ്: രാജ്യ പുരസ്കാർ അവാർഡ് നേടുന്ന എല്ലാ സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. സംസ്ഥാന തലത്തിൽ ഒരു സ്കൗട്ടിനോ ഗൈഡിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രാജ്യ പുരസ്കാർ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഗവർണർ ശ്രദ്ധയിൽപ്പെടുത്താൻ എനിക്കൊരു കാര്യമുണ്ട്. ഗവർണർ വേദിയിലിരിക്കുക, ഈ രാജ്ഭവനും കേരള ഗവൺമെൻറ്റും കൂടെ സംയുക്തമായി നടത്തുന്ന പ്രോഗ്രാമാണ്. ഇതിലൊരു രാഷ്ട്രീയ സൂചനയോ രാഷ്ട്രീയ ചിഹ്നമോ വെച്ചുള്ള പ്രോഗ്രാം നടത്താൻ വേണ്ടി പാടില്ല. അതിന് ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും അത് ധിക്കരിച്ചുകൊണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുന്നത് ഒട്ടും ശരിയല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടമോ രാഷ്ട്രപിതാവിൻ്റെ മഹാത്മാഗാന്ധിയുടെ പടമോ വെച്ചിരുന്നാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഇത് ഈ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഇത് ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ വന്നിരിക്കുന്ന കുട്ടികളിൽ RSSൻ്റെ കാര്യം കടത്തിവിടുക എന്നുള്ളതാണ് ലക്ഷ്യം. കാരണം കുട്ടികൾ ചോദിക്കണം, ഇതാരാണ്, ഈ ഭാരതാംബ ആരാണെന്നുള്ളവരും കുട്ടികൾ ചോദിക്കണം. കുട്ടികൾക്കറിയില്ലല്ലോ ആ ഭാരതാംബ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വനിതയുടെ പടം, അതിൽ ഒരു കൊടി, RSSൻ്റെ സാധനം പിടിക്കാനുള്ള കൊടി, ഇതാണ് ആ ചിത്രത്തിൽ കാണുന്നത്. ഞാൻ പറഞ്ഞു, അത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്തിട്ട് ശരിയായില്ല എന്ന് തന്നെ പറഞ്ഞു. പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. മറ്റൊരു രാഷ്ട്ര സങ്കല്പവും അതിന് മുകളിലല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അവാർഡിന് അർഹമായിട്ട് എല്ലാ കുട്ടികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ഈ ഗവർണറുടെ ഈ തരംതാണ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൗട്ട് നടത്തുന്നു, ഇറങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞു. ഒരു കാര്യം, എൻ്റെ കൂടെ തന്നെ ഈ കേരള സ്കൗട്ട്സിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രഭാകരൻ ഇറങ്ങിപ്പോകുന്നു. എനിക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന കുട്ടികളെയും കൂടെ വിളിച്ചുകൊണ്ട് ഇറങ്ങാമായിരുന്നു. കുട്ടികളെയും കൂടെ വിളിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇറങ്ങി പോകാമായിരുന്നു. എങ്കിൽ അദ്ദേഹം കുറച്ചുകൂടെ ക്ഷീണിക്കപ്പെടും. ആ ഒരു മര്യാദയോടെ ഞാൻ കാണിച്ചില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗവർണർ പിന്തിരിയുന്നതായിരിക്കും നല്ലതെന്നുള്ള കാര്യം സൂചിപ്പിക്കുക.